ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുജെ കിച്ചൺ ആർട്ട്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ കുറച്ച് സ്റ്റേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പീസ് കടയിൽ നിന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തുടങ്ങാം. ആദ്യം ഈ പീസിൻ്റെ പുറത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി വേണ്ട, വളരെ കുറച്ച് നമുക്കിങ്ങനെ വിതറി കൊടുക്കാം. 2 സൈഡിലും വളരെ കുറച്ച് ഉപ്പിങ്ങനെ വിതറിയ ശേഷം ഇച്ചിരി കുരുമുളക് പൊടിയും നമ്മൾ 2 സൈഡിലും വിതറി കൊടുക്കുകയാണ്. ഇതെല്ലാം വളരെ കുറച്ച് മതി കേട്ടോ. കുരുമുളക് പൊടിയും ഞങ്ങൾ രണ്ടാമത്തെ സൈഡിൽ ഇടുവാണ്. ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പക്ഷെ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വേണം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെച്ച ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി ബട്ടർ ഇട്ട് അതിനെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി ഓരോ കഷ്ണങ്ങളായി എടുത്ത് ആദ്യം ഇതിൻ്റെയൊക്കെ സൈഡ് ഓരോ സൈഡായിട്ട് നമ്മൾ ഈ ബട്ടറിൽ ഇങ്ങനെ കാണിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. എല്ലാ സൈഡും നമ്മളിങ്ങനെ തിരിച്ച് ഒന്ന് കാണിച്ച് വേവിച്ചെടുക്കണം. എല്ലാ സൈഡും ഒന്ന് ആ ബട്ടറിൽ ഒന്ന് വേവിച്ച ശേഷം നമ്മളിതിനെ ഫ്ലാറ്റായിട്ട് അതിലിട്ട് കൊടുക്കുക. ഇനി ഒരു തവിയോ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഈ കഷ്ണങ്ങളെ അമർത്തി ഒന്ന് പിടിച്ചു കൊടുക്കണം. അതിൻ്റെ ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേക്കും മറിച്ചിടുക. മറിച്ചിട്ടിട്ട് വീണ്ടും ഇതിങ്ങനെ നമ്മൾ അമർത്തി പിടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നടുക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വേകാണ്ടിരിക്കും. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് ഞങ്ങളതിൻ്റെ കുറച്ച് ബ്രൊക്കോളി, ഒരു 3 സുക്കീനി, കുറച്ച് ക്യാപ്സിക്കം കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് വെജീസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ബീഫിൻ്റെ കഷ്ണങ്ങളെ നമ്മളിങ്ങനെ അമർത്തി എല്ലാ സൈഡും നമ്മുടെ പാനിൽ മുട്ടത്തൊക്കെ ആയിട്ട് ആക്കി വയ്ക്കണം. എന്നിട്ട് വീണ്ടും നമുക്കിത് മറിച്ചിട്ട് വീണ്ടും അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1-2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് അതിനെ ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ഇച്ചിരി റോസ്മേരിയും കൂടെ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കഷ്ണത്തിനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ആ ബട്ടറും, നമ്മൾ വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല, ഇച്ചിരി ബട്ടറും ബാക്കിയെല്ലാം നമ്മുടെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന നെയ്യ് തന്നെയാണ്, അതിലേക്ക് ഈ റോസ്മേരിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമ്മളിട്ട ഈ റോസ്മേരിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകാതെ അതിനെ ഈ കഷ്ണത്തിൻ്റെ പുറത്തോട്ടാക്കിയിട്ട് ഈ ഇറച്ചിയിൽ നിന്ന് വന്ന ഈ നെയ്യ് നമ്മൾ ഇച്ചിരി ബട്ടർ ചേർത്തിട്ടുണ്ട്, അതും ഇങ്ങനെ ഈ കഷ്ണത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വീണ്ടും ഇതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് അകത്തോട്ട് പിടിച്ചിട്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് ആ വെളുത്തുള്ളിയുടെയും റോസ്മേരിയുടെയും ബീഫിൻ്റെയും ഒക്കെ കൂടെ മണം. പക്ഷെ നമ്മൾ ഈ ഉരുകി വരുന്ന ഈ നെയ്യ് ഇങ്ങനെ കോരി ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് നമ്മൾ കുറേ സമയം ഇങ്ങനെ വെച്ചേക്കണം. വീണ്ടും മറിച്ചിട്ട് നമ്മൾ വീണ്ടും ഈ നെയ്യ് കോരി ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നു. ഇതുപോലെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാം. ഇതിൻ്റെ അടുത്ത കഷ്ണം ഇട്ടു, അപ്പോഴത്തേക്കും ഇച്ചിരി ബട്ടർ കുറവായത് കാരണം ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ഇച്ചിരി വെളുത്തുള്ളിയും റോസ്മേരിയും ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തോരനായിട്ട് അങ്ങനെ 4 കഷ്ണവും ഞങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ട്. 3 പൊട്ടറ്റോ പുഴുങ്ങി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാഷ്ഡ് പൊട്ടറ്റോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റേക്കിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച അതേ പാനിൽ തന്നെ നമ്മൾ നുറുക്കി വെച്ചിരുന്ന വെജീസ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ നെയ്യും ആ ബട്ടറിൻ്റെ ചുവയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് 3 സുക്കീനിയും 1 ക്യാപ്സിക്കവും കുറച്ച് ബ്രോക്കോളിയുമാണ്. വെജിറ്റബിളെല്ലാം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിലേക്ക് ഇച്ചിരി ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തന്നെ ബാക്കി ബീഫ് ഞങ്ങൾ വേവിക്കുമായിരുന്നു, അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഒഴിക്കുവാണ്. ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ നെയ്യെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗ്രില്ലിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന പൊട്ടറ്റോയെ നല്ലവണ്ണം മാഷ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഇച്ചിരി പാല് നമ്മൾ ഒഴിച്ച് ഇതിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി കുരുമുളകും കൂടെ അതിൻ്റെ പുറത്തിട്ട് നമ്മളൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളിതിനെ പ്ലേറ്റ് ചെയ്യുവാണ്. ഒരു കഷ്ണം സ്റ്റേക്ക് എടുത്ത് വെച്ചു. ഇനി കുറച്ച് മാഷ്ഡ് പൊട്ടറ്റോയും നമ്മൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് വയ്ക്കുന്നു. നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന വെജീസ് കുറച്ച് നമ്മൾ വെക്കുന്നു. ഇനി അതിൻ്റെ കൂടെ ആ ബീഫിൻ്റെ സ്റ്റോക്ക് അത് ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിക്കുവാണ് കേട്ടോ. നമ്മൾ വേവിച്ച ബീഫിൽ നിന്ന് കോരിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിക്കാം. അങ്ങനെ ഒരു അടിപൊളി സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.
വളരെ ടേസ്റ്റിയാണ്. ഓക്കെ ബൈ.